ഹലോ ഗായ്സ്. അപ്പോൾ എൻ്റെ ആഗ്രഹം, എൻ്റെ ഇഷ്ടം എന്താണോ ഞാൻ ആ ഒരു ഇഷ്ടം പറഞ്ഞു. എനിക്ക് തോന്നിയ ഇഷ്ടമാണ്. അപ്പോൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അനീഷേട്ടനും അനുമോളും തമ്മിൽ ഒരു കോംബോ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ, നല്ല ഒരു അനീഷേട്ടനെ സംബന്ധിച്ചുള്ള അനീഷേട്ടൻ എല്ലാവരോടും ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ അത്യാവശ്യം മനുഷ്യത്വമുള്ള വ്യക്തിയാണ് അനുമോളും. ഫുള്ളി മനുഷ്യത്വമുണ്ടെന്നൊന്നും എനിക്ക് പറയുന്നില്ല. ഞാൻ ദേഷ്യമുള്ളവരോട് അനുമോൾ അതുപോലെ തന്നെ പ്രകടമാക്കും, ദേഷ്യം അതുപോലെ തന്നെ പ്രകടമാക്കും. പക്ഷേ അനീഷിനെ സംബന്ധിച്ചുള്ള അനീഷേട്ടൻ ഗെയിം കളഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും ഗെയിം കളിക്കുമ്പോഴോ കാര്യങ്ങൾ പറയുമ്പോഴോ ആ ഒരു ദേഷ്യത്തിൽ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ദേഷ്യവും മനസ്സിൽ വെക്കത്തില്ല. അവർക്ക് എന്ത് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് താ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് ഫുഡ് എടുത്തുകൊണ്ട് വരാൻ പറയും, അപ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കും. നെവിനായാലും ആരിനായാലും അക്ബറിനായാലും ഒക്കെ നമ്മൾ പലതവണയും എടുത്തുകൊണ്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അനീഷേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം എനിക്ക് അവിടെ എന്താ പറയുക, അവിടെ കുറച്ച് ക്രൂരതയില്ലാത്ത, അദ്ദേഹത്തിനോട് കുറച്ച് ക്രൂരതയില്ലാതെ കുറച്ച് കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അനുമോളെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ ഇന്നലത്തെ ടാസ്കിലും അതിന് മുന്നുള്ള ദിവസങ്ങളിലും ഒക്കെ കൃത്യമായിട്ട് പ്രകടമായിരുന്നു. അപ്പോൾ അനീഷേട്ടന് ക്രഷ് എന്നുള്ളത് പറയാൻ പറ്റുമോ എന്നുള്ളതല്ല, ക്രഷ് തോന്നിയത് ആരോടാണെന്ന് അനുമോളുടെ തന്നെ ചോദ്യത്തിന് അനീഷേട്ടൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് രണ്ടുപേരോട് തോന്നിയിട്ടുണ്ട്. അത് തോന്നിയത് പാട്ട് പാടിയപ്പം, ജിസയിൽ കണ്ണാൻ തമ്മി പാടിയപ്പം അതൊരു എന്താ പറഞ്ഞ ഒരു ആർദ്രത പോലെ തോന്നി. അതുപോലെ രണ്ടാമതായിട്ട് അനുമോളാണ് എനിക്ക് എല്ലാ പ്രാവശ്യവും വീക്കെൻഡിൽ മേക്കപ്പ് ഇട്ടായിരുന്നത്, എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് പ്രണയമൊന്നും വിളിക്കാൻ പറ്റില്ല, അതൊരു ഇഷ്ടമാണ് എന്ന്. അപ്പോൾ പല ഒരു പോസ്റ്റിങ്ങൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ ചെയ്യരുത്, നീ ഒറ്റയ്ക്ക് കളിച്ചവനാണ്, നീ അങ്ങനെയൊന്നും പാടില്ല, നീ ഒന്നും ചിന്തിക്കാൻ പാടില്ല, നിൻ്റെ ഗെയിം എന്തോ നഷ്ടമാവുമെന്ന്. അപ്പം ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ലാലേട്ടൻ ഒരു ഭഗവാന്റെ രൂപത്തിൽ നിന്നോട് വന്ന് പറഞ്ഞതാണ് ഇതൊന്നും പാടില്ല എന്ന്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റ് ഇടുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, അങ്ങനെയൊന്നും വിചാരിക്കാതെ. ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ ഇമോഷനാണ്, ഓരോ മനുഷ്യൻ്റെ ഓരോ വികാരങ്ങളാണ്. അതിനൊന്നും ഒരു ഗെയിമും ബാധിക്കില്ല. പ്രത്യേകിച്ചും അനീഷിനെ പോലുള്ള ഒരു ഗെയിമർ ഒരു തരത്തിലും ബാധിക്കില്ല. അയാൾ ഗെയിം കളിക്കുന്നതിലുപരി അയാളൊരു നല്ല റിയൽ മനുഷ്യനാണ്. ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു നല്ല മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഗുണം എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക, ആരെയും ഉപദ്രവിക്കാതെ, ആരോടും മോശമായിട്ട് അവരുടെ പേരല്ലാതെ ഒരു കാര്യം പോലും വിളിക്കാതെ ഇത്ര കാലം ഈ ഒരു 88 ദിവസവും നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും 86 ദിവസം നിന്നിട്ട് ഇനിയും എല്ലാ ദിവസവും ഈ ഒരു 16 ദിവസം കൂടി അദ്ദേഹത്തിന് അതുപോലെ തന്നെ നിൽക്കാൻ കഴിയും. അതിന് വേറൊരാളിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടോ ഒരു ക്രഷ് വന്നതുകൊണ്ടോ ഒരു പ്രണയം തോന്നിയത് കൊണ്ടോ ഒന്നും നഷ്ടപ്പെടത്തില്ല എന്ന് നിങ്ങളുടെ ഒരു അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഞാനും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പറയുകയാണ്, ഒരിക്കലും അദ്ദേഹം ഒരു അനുമോളെ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ, അല്ലെ അനുമോളോട് ഒരു ഇഷ്ടം, ചെറിയ ഇഷ്ടം, അതിനൊന്നും ലവ് എന്നൊന്നും നമ്മൾ പറയില്ല, പ്രണയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരാൾ കെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് തിരിച്ച് ഇപ്പോൾ എന്നെ ഒരാൾ എല്ലാവരിലും കാട്ടി കൂടുതൽ എനിക്കൊരു കെയറിങ് ആഗ്രഹിക്കുമ്പോൾ, എന്നെ ഒരാൾ എല്ലാവരോടും ഒറ്റപ്പെടുത്തുമ്പോൾ, എനിക്കൊരു കെയറിങ് ഒരാൾ തരുമ്പോൾ എനിക്ക് അവരോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ആ ഒരു ഇഷ്ടമാണത്. അതിനൊരു നല്ല കെയറിങ്, നല്ലൊരു ബോണ്ടിങ് ആണ്. അപ്പോൾ അത് വിചാരിച്ചു, അല്ലെ അത് തോന്നി എന്ന് വിചാരിച്ചിട്ട് ആരുടെയും ഗെയിമൊന്നും നഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മൾ അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ഗെയിം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് കപ്പ് കിട്ടാതെ വരും എന്നുള്ളതല്ല. കപ്പിനേക്കാൾ ഉപരി ഇപ്പോൾ അദ്ദേഹത്തിന് കപ്പ് കിട്ടാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ കപ്പ് കിട്ടിയിരിക്കും. ഒരു കോമണർ എന്നുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ കപ്പ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കപ്പ് കിട്ടിയിരിക്കും, അതിനൊരു തർക്കവുമില്ല. ഇന്ന് ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്കുകൾ പ്രധാനമാണ്, ചില ബന്ധങ്ങൾ ശക്തമാകുന്നു. കാരണം ചില ബന്ധങ്ങൾ ശക്തമാകുന്നു എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ, ചില ബന്ധങ്ങൾ ശക്തമാകും തോറും അതിനകത്ത് എല്ലാം ഉണ്ട്. അത് ചിലപ്പോൾ പ്രണയമാവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം. അനീഷ് ഏട്ടനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു റിലേഷൻ ആരുമായിട്ടും ഉണ്ടാക്കാൻ ശ്രമിച്ച ആളല്ല. ഷാനവാസിക്കയോട് പോലുള്ള സ്നേഹം റിയാസ് വന്നിട്ടും ബിഗ് ബോസിൻ്റെ ആഗ്രഹം കൊണ്ട് സംഭവിച്ചു പോയ ഒരു ഇഷ്ടമാണ്. പിന്നീട് അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മൾ കോംബോ ഇവിടെ കൊണ്ടാടിയപ്പോഴും അവർ ഒരു കോംബോ സെറ്റ് ഉണ്ടാവും എന്നാൽ അവർ പ്രതീക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ റിയാസ് അലിയും വന്ന് ഇങ്ങനെ ചെയ്യിപ്പിച്ചു, ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ചെയ്യിപ്പിച്ചു. പിന്നീട് ലാലേട്ടൻ ഒന്നും കൂടി പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ കോംബോ, ഇടയ്ക്ക് വെച്ച് കോംബോ വന്നത്. ഇടയ്ക്ക് വെച്ച് അനീഷ് അത് വേണ്ട, വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഒഴിവാവാൻ ശ്രമിച്ചാണ്. വീണ്ടും ഷാനവാസ്ക്ക് അങ്ങോട്ട് ചെന്ന് വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയതാണ്. പക്ഷേ എന്ത് തന്നെ ആയാലും, എത്ര വലിയ ശത്രുവായാലും അനീഷേട്ടനെ സംബന്ധിച്ചുള്ള ആ ശത്രുത അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. അത്ര ശത്രുത എന്ന് പറഞ്ഞാൽ ദേഷ്യം കാണിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക. ആദിലോടൊക്കെ എന്തൊക്കെയാണ് ആദില കാണിച്ചത്, എൻ്റെ
യശോദനൊന്നും ഒരിക്കലും അതിലോട് പിന്നെ സഹകരിക്കില്ല. പക്ഷേ അദ്ദേഹം ഒറ്റ നിമിഷം കൊണ്ട് അടുത്ത ഒരു ദിവസം അത് കഴിഞ്ഞു, അത് പിന്നെ അടുത്ത ദിവസത്തേക്കായി. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മളൊരിക്കലും അയാളുടെ ഗെയിം അങ്ങ് നഷ്ടപ്പെട്ടു പോകും അങ്ങനെ വിചാരിക്കില്ല. അദ്ദേഹം കപ്പ് നേടാൻ യോഗ്യതയുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും കപ്പ് നേടണം, കപ്പ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. കപ്പ് 1, 2 അവർ രണ്ടുപേരും 1ഉം 2ഉം ആയിരിക്കണം. എല്ലാവരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക, അനിമോളെ ഇഷ്ടപ്പെടുന്നവർ അനിമോൾ വോട്ട് ചെയ്യുക. അനിമോളെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും അനീഷേട്ടനെ വോട്ട് ചെയ്യില്ല, അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും അനിമോൾക്ക് വോട്ട് ചെയ്യില്ല. നമ്മുടെ ഇഷ്ടം വോട്ടിൽ കൂടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും നമുക്ക് ഇഷ്ടപ്പെട്ടൂടെ? രണ്ടുപേരെയും നമുക്ക് ഇഷ്ടപ്പെടാം, 3 പേരെയും, ഷാനവാസിക്കയും നമുക്ക് ഇഷ്ടപ്പെടാം, 3 പേരെയും നമുക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ ഇവർ തമ്മിലൊരു കോംബോ എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ ലാലേട്ടനും ബിഗ് ബോസിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞത് ചില ബന്ധങ്ങൾ ദൃഢമാകുന്നു, ചില ബന്ധങ്ങൾ നശിക്കുന്നു. കാരണം അതിനകത്ത് ആ ഒരു ബന്ധങ്ങൾ തകരും എന്ന് തോന്നിയത് ചിലപ്പോൾ ആദില നൂറയുടെ ആ ഒരു റിലേഷൻ തകരാൻ. കാരണം അവർ പോയ പോലെ ആയിരിക്കില്ല അവന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് ജീവിക്കുന്നത് എന്നെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്ത കാര്യമാണ്. പക്ഷേ അനിമോൾക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അനീഷേട്ടന് 39 വയസ്സുണ്ട്. അപ്പം അവർ ചിലപ്പോൾ അവർക്ക് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഫാമിലിക്ക് അനിമോളെ സംബന്ധിച്ചുള്ള അനിമോളെ ഫാമിലി പ്രധാനമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ, ഇല്ലെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സായിട്ട് പോകട്ടെ. അതിപ്പോൾ എന്താണ് നമുക്കിഷ്ടം, അവർ തമ്മിലുള്ള ആ ഒരു ചേർച്ച കാണുമ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ പുറത്തിരുന്ന് കാണുന്നവർ നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ. നമ്മളുടെ ഇഷ്ടം നമ്മൾ പറയുന്നു, അതിനത് മോശമായിട്ട് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കേണ്ട. ഇനി ഇത്രയും ദിവസം അദ്ദേഹം നിന്ന് കളിക്കാമെങ്കിൽ ആദ്യത്തെ വീക്കിലൊന്നും അദ്ദേഹത്തിന് അത്ര വലിയ ഇഷ്ടമൊന്നും ആർക്കും തോന്നിയിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രൂത്ത്ഫുൾനെസ്, സിൻസിയറിറ്റി ഇതെല്ലാമാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അല്ലാതെ ഗെയിം അല്ല. സത്യം പറഞ്ഞാൽ അയാൾ അവിടെ ജീവിക്കുകയാണ്. അയാൾ ഗെയിം കളിക്കേണ്ട അടുത്ത് കണ്ടൻറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾ കുറച്ച് കൂടുതലും അയാളൊരു 60% അയാളെന്ന വ്യക്തി ജീവിക്കണം. അയാളുടെ പിന്നെ അതിനൊക്കെ അവസാന ദിവസങ്ങൾ കണ്ടില്ല അയാളുടെ വ്യക്തിത്വം. അയാൾക്കും എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അയാളൊരു മുരടനൊന്നുമല്ല. എല്ലാവരും വിചാരിക്കുന്ന അയാളൊരു മുരടനാണ്, അയാളൊരു പാറയാണ്. അതൊന്നുമല്ല. അയാൾക്കും എല്ലാവരോടും സംസാരിക്കാൻ കഴിയും. അയാൾ എന്ത് ഭംഗിയായിട്ടാണ് ചിരിക്കുന്നത്. ആ ഒരു ചിരി അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ്. ലാലേട്ടൻ അത് ചോദിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അദ്ദേഹം ആ ചിരി കാണിച്ചത്. എനിക്ക് അദ്ദേഹം അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ചിരി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം. അദ്ദേഹത്തിന് അനിമോളോടൊക്കെ ഇഷ്ടമുണ്ട്. അത് ഏത് തരത്തിലുള്ള ഇഷ്ടമെന്നില്ല, നല്ല ഇഷ്ടമുണ്ടോ. അത് രാത്രിയിൽ ഇങ്ങനെ ആ ഒരു കാറിലിരുന്ന് ഇത്രയും ബുദ്ധിമുട്ടിയപ്പോഴും ഇങ്ങനെ ഞാൻ കണ്ടു നരച്ച മുടി ഇങ്ങനെ പറിച്ചു കൊടുക്കുകയാണ് കേട്ടെ. അപ്പം നമ്മളെല്ലാം ഒരു 10 ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ 25-30 വയസ്സാകുമ്പോഴേ നരയ്ക്കുമല്ലോ. അപ്പം നമ്മളൊക്കെ ഉള്ളിലൊക്കെ നല്ല മുടികളൊക്കെ നമ്മളെയൊക്കെ നരയ്ക്കുമല്ലോ. അപ്പോൾ അത് എനിക്കത് ഇഷ്ടപ്പെട്ടു, ഉള്ളത് പറയുമല്ലോ. ലാലേട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.